നമസ്കാരം. എന്റെ പേര് ജാനറ്റ്. ഒരു മലയാളിയാണ്. ഈ വിഷയം എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല. പറഞ്ഞു പോകേണ്ട വിഷയങ്ങൾ ഒന്ന് തന്നെയാണിതെന്ന് തീർച്ചയുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. ഓരോ ഓണക്കാലത്ത് മനസ്സുതൊട്ട് നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ പോലും ഈ സംസ്ഥാനത്തിന്റെ സ്നേഹവും ഐക്യവും തന്നെയായിരിക്കും ഈ സംസ്ഥാനത്തിന്റെ അടിത്തറ പാകുന്നത്. ഇവിടുത്തെ കുറെ പച്ചയായ മനുഷ്യരുടെ ആത്മാർത്ഥതയുമായിരിക്കും. നാശം വിതച്ച് ഓരോ പേമാരിയും കടന്നു പോകുമ്പോൾ മനുഷ്യർക്ക് വിശ്വാസം നൽകുന്നതും അവരുടെ ജീവനെ പിടിച്ചു നിർത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതും ഒരുപക്ഷെ ഈ സംസ്ഥാനം നൽകുന്ന ജീവന്റെ ഉറപ്പ് തന്നെയായിരിക്കും. രാഷ്ട്രീയ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അഴിമതിയും ഒക്കെ നടക്കുന്ന ഈ നാട്ടിൽ ഓരോ മലയാളിയും പിടിച്ചു നിർത്താൻ മറ്റൊരു മലയാളിയുടെ കൈത്താങ് എപ്പോഴും ഉണ്ടാകും എന്ന ആത്മവിശ്വാസം കൊണ്ട് തന്നെയായിരിക്കും ഇപ്പോഴും നമുക്ക് അഭിമാനത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാടാണിതെന്ന് പറയാൻ സാധിക്കുന്നത്. മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ തേടി ഒരു സംസ്ഥാനം മൊത്തം അലയുമ്പോൾ മഴയും ഗംഗാവലിപ്പുഴയുടെ കുത്തൊഴുക്കും ഒന്നും കാര്യമായ ഘടകമാക്കാതെ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഒരുപാട് പച്ചയ മനുഷ്യരും ഈ ദൌത്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ വേറെ എന്ത് ഉദാഹരണമാണ് ഈ സംസ്ഥാനത്തിന് ഐക്യത്തിന് നമുക്ക് നൽകാനുള്ളത്? കരയും കടലും കടന്നു പോയാലും തിരിച്ചു നമ്മളെ നാട്ടിലേക്ക് വിളിക്കുന്നത് ഈ നാടിന്റെ പവിത്രതയാണ്, ഈ നാടിന്റെ സ്നേഹമാണ്. പ്രളയം കണ്ട കേരളത്തിന് അതിനെ മറികടന്നൊരു ദേശത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും ഉറച്ചു പറയുകയാണ്, മലയാളിയാണ് സർ. മറ്റൊരു മലയാളിയുടെ ജീവൻ അങ്ങനെ വെറുതെ പോകുവാൻ ഞങ്ങളാരും സമ്മതിക്കുകയുമില്ല. കേരളമാണിത്. കെൽപ്പുള്ളവരുടെ, നട്ടലുള്ളവരുടെ, ആത്മവിശ്വാസമുള്ളവരുടെ. ആസ് യു സേ, ഗോഡ്സ് ഓൺ കൺട്രി ദിസ് ഇസ്. മലയാളികളുടെ സ്വന്തം കേരളം. And we will protect its people, not just in mere pledges, but we will really do.